ബലാത്സംഗ കേസിൽ അറസ്റ്റ് ചെയ്ത അന്വേഷണ ഉദ്യോഗസ്ഥരെ വെല്ലുവിളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ. താൻ ഉടൻ തന്നെ പുറത്തു വരുമെന്നാണ് രാഹുലിന്റെ വെല്ലുവിളി. പരാതിക്കാരിയുമായുള്ള ബന്ധങ്ങൾ എങ്ങനെ തനിക്ക് അനുകൂലമാക്കാമെന്ന് കൃത്യമായി അറിയാമെന്നും തന്റെ പക്കൽ എല്ലാ തെളിവുകളും ഭദ്രമാണെന്നും രാഹുൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിച്ചാൽ പോലും താൻ വിജയിക്കുമെന്നും രാഹുൽ വെല്ലുവിളി നടത്തി. കേസിനെ നിയമപരമായി നേരിടുമെന്നും രാഷ്ട്രീയമായി തന്നെ തകർക്കാൻ കഴിയില്ല എന്നുമാണ് രാഹുലിന്റെ നിലപാട്. മൂന്നാം ബലാത്സംഗ കേസിൽ അറസ്റ്റിലായതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ കടുത്ത നടപടിക്കൊരുങ്ങി നിയമസഭ. വിഷയം എത്തിക്സ് ആൻഡ് പ്രിവിലേജസ് കമ്മിറ്റി പരിശോധിക്കുമെന്ന് സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. അയോഗ്യതാ നടപടിക്ക് നിയമോപദേശം തേടും. തുടർച്ചയായി പരാതികൾ വരുന്ന സാഹചര്യത്തിൽ രാഹുൽ MLA സ്ഥാനത്ത് തുടരുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും സ്പീക്കർ പ്രതികരിച്ചു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ ഇന്നലെ അർദ്ധരാത്രി 12:30 രാഹുലിനെ പാലക്കാട്ടെ ഹോട്ടലിൽ നിന്നും പ്രത്യേക സംഘം കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് പത്തനംതിട്ട AR ക്യാമ്പിൽ എത്തിക്കുകയായിരുന്നു. ആളില്ലാത്ത വീട് കുത്തി തുറന്ന് 15 പവൻ മോഷ്ടിച്ച കള്ളൻ 10 പവൻ അവിടെ വെച്ച് മറന്നു. പിൻവാതിൽ വഴി രക്ഷപ്പെടുന്നതിനിടെ അടുക്കളയിലാണ് കള്ളൻ സ്വർണം മറന്നുവെച്ചത്. മാറനല്ലൂരിലാണ് സംഭവം. ഊരൂട്ടമ്പലം, ഗോവിന്ദമംഗലം, കട്ടറക്കുഴി, നന്ദാവനത്തിൽ വർക്ക്ഷോപ്പ് ജീവനക്കാരൻ പ്രതാപചന്ദ്രൻ നായരുടെ വീട്ടിലാണ് മോഷണം നടന്നത്. മക്കൾ പഠിക്കുന്ന സ്കൂളിലെ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാൻ പോയപ്പോഴാണ് മോഷണം നടന്നത്. തിരികെ രാത്രി 9 മണിയോടെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ പിൻവാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടു. മോഷണം നടന്നതായി സംശയം തോന്നി നടത്തിയ പരിശോധനയിലാണ് കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 15 പവൻ സ്വർണവും 1 ലക്ഷം രൂപയും നഷ്ടപ്പെട്ടതായി മനസ്സിലായത്. കണ്ണൂരിലെ പ്രധാനപ്പെട്ട 2 പേർ BJP-യിൽ ചേരുമെന്ന് BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. ഇത്തരത്തിൽ പല പ്രമുഖരും BJP-യിൽ ചേരും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കേരള നിയമസഭയിൽ ധാരാളം MLA-മാരെ സൃഷ്ടിക്കാനും കേരളം ആകമാനം BJP-യുടെ വളർച്ച സാധ്യമാക്കാനുമാണ് BJP ലക്ഷ്യമിടുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ചന്ദ്രാപിന്നിയിലെ സ്വകാര്യ ഫിനാൻസ് സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെച്ച് 1.5 ലക്ഷത്തോളം രൂപ തട്ടിയ സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. നിരവധി മുക്കുപണ്ട തട്ടിപ്പ് കേസുകളിൽ പ്രതികളായ എടത്തുരുത്തി, കുട്ടുമംഗലം, പൊക്കില്ലത്ത് ബഷീർ, കൂരിക്കുഴി, പോത്തേടത്ത് ഹുസൈൻ എന്നിവരാണ് അറസ്റ്റിലായത്. ചന്ദ്രാപിന്നി കിഴക്കേ ബസ് സ്റ്റോപ്പിന് സമീപം വാഴപ്പുള്ളി ഷൈനിന്റെ ഉടമസ്ഥയിലുള്ള സ്വകാര്യ ഫൈനാൻസ് സ്ഥാപനത്തിലാണ് തട്ടിപ്പ് നടന്നത്.